വെറും ഒരു മനുഷ്യ സ്ത്രീ. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് നീ സുഖമായി ജീവിക്കുക. അനുവാദം ചോദിക്കില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് അഴിഞ്ഞാടാൻ നടക്കുന്നു. എനിക്ക് മതിയായി. ഞാൻ പോകുന്നു. അങ്ങ് പോകണം. പോകും. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനു വിഷമിക്കണം? ഭൂമിയിലെ അവസാനത്തെ പുരുഷനൊന്നുമല്ലല്ലോ നിങ്ങൾ. അതും അവസാനിച്ചു അല്ലേ? അവസാനിച്ചു മാസ്റ്റർ. നിനക്ക് ദുഃഖമുണ്ട് അല്ലേ? കലയാണ് മാസ്റ്റർ. അത് വെറും 5:45 അയമോദകമാണ് കുട്ടി. ലഹരി അധിക നേരം നീണ്ടു നിൽക്കില്ല. അവസാനിക്കാത്ത ഒരു ലഹരിക്ക് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ് മാസ്റ്റർ. നിനക്ക് ചതി പറ്റും. ആ ലഹരിയെ തേടി ഞാൻ എന്റെ പകുതി ജീവിതം വ്യർത്ഥമാക്കിയവനാണ്. ഞാനൊരു തമാശ പറയട്ടെ? പറയൂ, പറയൂ. എന്നെ വിവാഹം കഴിച്ചോളൂ. ഈ തമാശ മറ്റൊരു രൂപത്തിൽ മുമ്പും നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് കിട്ടിയ അടിയുടെ തിമർപ്പ് ഇന്നും എന്റെ മനസ്സിലുണ്ട്. വേണ്ട റാണി, ഒരു ഭാര്യ എനിക്കൊരു ഭാരമായിരിക്കും. ഭാര്യയാകാനല്ല മാസ്റ്റർ, മാസ്റ്ററെ കുഞ്ഞിന്റെ അമ്മയാകാനാണ് എനിക്ക് ആഗ്രഹം. എന്റെ കുഞ്ഞും അത് തന്നെ ചെയ്യും. വർണ്ണചിത്രങ്ങളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം കടലാസ് വിലയ്ക്ക് തൂക്കിവിറ്റ് അവനൊരു ഫുട്ബോൾ വാങ്ങും. ഇല്ല മാസ്റ്റർ, അവന്റെ ചിലങ്കയുടെ സ്വരം ദിഗന്ധങ്ങളിൽ മുഴങ്ങും. പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം മുഴുവൻ മനസ്സിൽ ആവാഹിച്ച് താരകങ്ങളെ ചിലങ്കയിൽ ബന്ധിപ്പിച്ച് ഈ ഭൂമിയുടെ മാറിൽ കയറി നിന്ന് അവൻ നൃത്തം ചെയ്യുമ്പോൾ റാണി അരുത്, വേണ്ടാത്തത് പുലമ്പരുത്. പറയാറുണ്ട്. അത് വെറും സ്വപ്നമാണ് കുട്ടി, സ്വപ്നം. വെറും വില കുറഞ്ഞ സ്വപ്നം. ഇങ്ങനെ കുടിക്കരുത്. ഞാൻ മറ്റാരെയും വേദനിപ്പിക്കുന്നില്ലല്ലോ. മാസ്റ്റർ എന്നെ വേദനിപ്പിക്കുന്നു, എന്റെ ഹൃദയത്തെ. ഭ്രാന്ത് പറഞ്ഞു പറഞ്ഞു നിനക്ക് ശീലമായി അല്ലേ? ഇത് ഭ്രാന്തല്ല മാസ്റ്റർ, ഇത് ഭ്രാന്തല്ല, സ്നേഹമാണ്. റാണി, എനിക്ക് പ്രേമിച്ച് പരിചയമില്ല. എനിക്ക് പ്രേമിച്ച് പരിചയമില്ല. ഇന്ന് രാത്രി മുതൽ നീ എന്റെ മുറിയിൽ കിടന്നുറങ്ങിപ്പോയി. എന്റെ ദൈവമേ, നീ എന്നെ ഭയന്ന്, നിന്റെ സിംഹാസനം ഞാൻ പിടിച്ചെടുക്കുമെന്ന് ഭയന്ന് നീ സ്ത്രീയെ സൃഷ്ടിച്ചു. എന്തു പറ്റി? അവിടെ പിടയുന്നു, പിടയുന്നു, അവിടെ പിടയുന്നു. എന്താണെന്ന് കെട്ടിത്തൂഴി വന്ന് കെട്ടിത്തൂഴി ശാലിനിയുടെ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു. വൃത്തികെട്ട പട്ടി, കഴുത്തിറങ്ങി, കണ്ണു തുറിച്ച്. ബാലേട്ടോ, എന്തെങ്കിലും ചെയ്യണ്ടേ? വേണം. അവളെ മുറിച്ച് പങ്കുവെക്ക്, 3 ആയിട്ട്.
ഒന്ന് നിനക്ക്, ഒന്ന് ഒന്ന് വരടാ. ശാലിനിയുടെ മരണം ഒരു സാധാരണ മരണമായിട്ട് വേണം പുറത്തറിയാൻ. എന്തിന്? അവൾ ആത്മഹത്യ ചെയ്തു, 100% ആത്മാർത്ഥമായിട്ട്. അത് അവഗണിക്കണം. എന്തിന്? നിന്റെ അന്തസ്സിനോ? അല്ല, എല്ലാവരുടെയും അന്തസ്സിനാണ്. എനിക്ക് അന്തസ്സില്ലല്ലോ. ഈ കുടുംബത്തിനൊന്നും പാടില്ല. എന്നെ മറിയട്ടെ. അവൾ ആഗ്രഹിച്ചത് അതാണ്. അവളുടെ ശവത്തിനോടെങ്കിലും നീതി കാണിക്കണം. ചേട്ടാ, ഈ വീട്ടിൽ നിയമം കയറി ഇറങ്ങും. ഏത് നിയമം? അല്ലയാ, നീ എവിടെ പോകുന്നു? എവിടേക്കെങ്കിലും. നീ പോകരുത്, നീ പോകരുത്. ആരാണ് എന്നെ തടയാ? ഈ വീട് വിട്ട് പോകരുത് അനിയ, ഈ വീട് വിട്ട് പോകരുത്. വീടോ? ഇത് വീടാണോ? പിശാചിന്റെ സ്വർഗമല്ലേ ഏട്ടന്മാരെ? ഇത് പിശാചിന്റെ സ്വർഗമാക്കിയില്ലേ ഏട്ടന്മാരെ നിങ്ങൾ? അല്ലനിയ, നീ പോകരുതനിയ, നീ പോകരുത്. എന്നെ വിട്, എന്നെ വിടാൻ. അല്ലയാ, അല്ലയാ, വിടാനാണ് പറഞ്ഞത്. ഞാനിവിടെ നിന്നാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുപോകും. എന്നെ വിടാൻ.